ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയും നിലവിലെ രൂക്ഷമായ സംഘർഷാവസ്ഥയും ലോകത്തെ ആശങ്കയിലാഴ്ത്തുമ്പോൾ ഈ പോരാട്ടത്തിന്റെ എല്ലാം കേന്ദ്ര ബിന്ദുവായി ഒരു വ്യക്തിത്വം ഉയർന്നു നിൽക്കുന്നുണ്ട്. അയത്തുള്ള സയ്യിദ് അലി ഹൊസൈനി ഖമേനി. ഇറാന്റെ പരമോന്നത നേതാവും ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആത്മീയ പിൻഗാമിയുമായ ഈ 83 വയസ്സുകാരൻ തന്റെ രാജ്യത്തിന്റെ വിദേശ നയത്തിലും ആഭ്യന്തര കാര്യങ്ങളിലും അനിഷേധ്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇസ്രയേലിന്റെ എക്കാലത്തെയും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ഖമേനിയെ വധിക്കുക എന്നതെങ്കിൽ മരണത്തെ ഭയക്കാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുന്ന അദ്ദേഹം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേൽ ലക്ഷ്യങ്ങൾ ഭേദിച്ചതോടെ ലോക ഇസ്ലാമിക സമൂഹത്തിന്റെ സൂപ്പർ ഹീറോ ആയും പോരാളിയായും വാഴ്ത്തപ്പെടുകയാണ്. ഇസ്ലാമിക ലോകം, പ്രത്യേകിച്ചും വിവിധ ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന ഇസ്ലാമിക വിശ്വാസികൾ ഇസ്രയേലിനെ തങ്ങളുടെ 1-ാം നമ്പർ ശത്രുവായിട്ടാണ് കാണുന്നത്. അറബ് ലോകത്തെ പല രാജ്യങ്ങളും ഇസ്രയേലുമായി സഹകരിക്കുകയോ സംഘർഷത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയോ ചെയ്യുമ്പോൾ ഇറാൻ ധീരമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഖമേനിയെ അവർക്ക് പ്രിയങ്കരനാക്കുന്നത്. ഏത് നിമിഷവും വധിക്കാൻ ഇസ്രയേലും അമേരിക്കയും ശ്രദ്ധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഖമേനിയും ഇറാനിലെ മറ്റുന്നതരും മുന്നോട്ടു പോകുന്നത്. ഈ ഭീഷണികൾക്കിടയിലും അവർ പ്രകടിപ്പിക്കുന്ന നിശ്ചയദാർഢ്യവും മരണഭയമില്ലായ്മയുമാണ് അവരെ നയിക്കുന്ന പ്രധാന ശക്തി. 1939 ഏപ്രിൽ 19 ഇറാനിലെ ഖൊറാസാൻ പ്രവിശ്യയിലെ പുണ്യനഗരമായ മഷ്ഹദിലാണ് സയ്യിദ് അലി ഹുസൈനി ഖമേനി ജനിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം സയ്യിദ് അലി എന്നായിരുന്നു. ഒരു എളിയ പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്ഭവം. പിതാവ് സയ്യിദ് ജവാദ് ഖമേനി ദാരിദ്ര്യം നിറഞ്ഞ ഒരു ഇസ്ലാമിക പണ്ഡിതനായിരുന്നു. ലളിതവും ഭക്തിയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ തന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പിതാവ് പഠിപ്പിച്ചു. ഇത് ഖമേനിയുടെ വ്യക്തിത്വത്തെയും കാഴ്ചപ്പാടുകളെയും ആഴത്തിൽ സ്വാധീനിച്ചു. 4-ാം വയസ്സിൽ സയ്യിദ് അലിയെയും അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ മുഹമ്മദിനെയും അന്നത്തെ പരമ്പരാഗത പ്രൈമറി സ്കൂളുകളായ മക്തബുകളിലേക്ക് അയച്ചു. അവിടെ അവർ അക്ഷരമാലയും വിശുദ്ധ ഖുറാനും പഠിച്ചു. പിന്നീട് അദ്ദേഹം പുതുതായി സ്ഥാപിച്ച ഒരു ഇസ്ലാമിക സ്കൂളുകളിലേക്ക് മാറ്റപ്പെട്ടു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സയ്യിദ് അലി മഷ്ഹദിലെ ദൈവശാസ്ത്ര വിഭാഗത്തിൽ ഉന്നത പഠനം ആരംഭിച്ചു. ഈ നിർണായകമായ തീരുമാനത്തിന് മാതാപിതാക്കളുടെ, പ്രത്യേകിച്ചും പിതാവിന്റെ ശക്തമായ പ്രോത്സാഹനം ഉണ്ടായിരുന്നതായി അയത്തുള്ള ഖമേനി പലപ്പോഴും അനുസ്മരിച്ചിട്ടുമുണ്ട്. ഖമേനിയുടെ ബാല്യകാലം കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. ദാരിദ്ര്യം അവരുടെ കൂടപ്പിറപ്പായിരുന്നു. ചിലപ്പോൾ അത്താഴത്തിന് അപ്പവും ഉണക്കമുന്തിരിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതും അമ്മ വളരെ കഷ്ടപ്പെട്ട് തയ്യാറാക്കുന്നത്. ഖമേനിയുടെ വീട്ടിൽ ഒരു ഒറ്റമുറിയും ഇരുണ്ട നിലവറയും മാത്രമേ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിതാവ് ഒരു പ്രാദേശിക പുരോഹിതനായതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ സന്ദർശകർ വരുമ്പോൾ കുടുംബത്തിന് പലപ്പോഴും ആ ഒറ്റമുറിയിൽ നിന്നും ഇരുണ്ട നിലവറയിലേക്ക് മാറേണ്ടി വന്നിരുന്നു. ഈ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ ജീവിതത്തോട് കൂടുതൽ അടുപ്പിക്കുകയും സാധാരണക്കാരുടെ വേദനകൾ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്തു. 18-ാം വയസ്സിൽ സയ്യിദ് അലി ഉന്നത മതപഠനം ആരംഭിച്ചു. 1957 അദ്ദേഹം ഇറാഖിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്താനും മതപഠനം തുടരാനും തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഇറാനിൽ നിന്നും നജാഫിലേക്ക് പോയി. അവിടെ ആയത്തുള്ള ഹക്കീം, ആയത്തുള്ള ഷഹ്റുദ്ദി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതരുടെ ദൈവശാസ്ത്രപരവും അക്കാദമികവുമായ നിർദ്ദേശങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായി. അവരുടെ ക്ലാസുകളിൽ പങ്കെടുത്തതും അവിടെ താമസിച്ച് പഠനം തുടരാൻ തയ്യാറായതും അദ്ദേഹത്തിന്റെ മതപരമായ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. എന്നാൽ മകൻ വിശുദ്ധ നഗരമായ ഖുമ്മിൽ ഉന്നത പഠനം തുടരണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹം. പിതാവിന്റെ ആഗ്രഹത്തെ മാനിച്ച് 1958 ഖമേനി ഇറാനിലേക്ക് മടങ്ങി. 1958 മുതൽ 1964 വരെ അദ്ദേഹം ഖുമ്മിൽ ഉന്നത വിദ്യാഭ്യാസം തുടർന്നു. ഈ കാലയളവിൽ അയത്തുള്ള ബോറുജിർഡി, ഇമാം ഖൊമേനി, അയത്തുള്ള ഹെരി യാസ്തി, അല്ലാമ തബ്താബായി തുടങ്ങിയ മഹാനായ പണ്ഡിതന്മാരുടെയും അയത്തുള്ളന്മാരുടെയും ക്ലാസുകളിൽ നിന്നും അദ്ദേഹം വളരെയധികം പ്രയോജനം നേടി. തന്റെ ജീവിതത്തിലെ ഈ നിർണായക ഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് പറയുന്നത്, തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം തന്റെ മാതാപിതാക്കളാണെന്നാണ്. ഇത് കുടുംബ ബന്ധങ്ങൾക്കും മാതാപിതാക്കളുടെ അനുഗ്രഹത്തിനും അദ്ദേഹം നൽകുന്ന പ്രാധാന്യം വെളിപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രീയ വിപ്ലവ ആശയങ്ങളുടെയും ഇസ്ലാമിക നിയമശാസ്ത്രത്തിന്റെയും മേഖലകളിൽ താൻ തീർച്ചയായും ഇമാം ഖൊമേനിയുടെ ശിഷ്യനാണെന്ന് അയത്തുള്ള ഖമേനി അടിവരയിടുന്നുണ്ട്. ഷായുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനും ബ്രിട്ടീഷ് പിന്തുണക്കാർക്കുമെതിരെ പോരാടാനുള്ള കടമയെക്കുറിച്ച് താൻ 13 വയസ്സുള്ളപ്പോൾ തന്നെ ബോധവാനായിരുന്നുവെന്നും അദ്ദേഹം ഓർക്കുന്നു. ധീരനായ പുരോഹിതൻ നവാബ് സഫാവി
1952 മഷഹദിലെ തങ്ങളുടെ സ്കൂളിൽ വന്ന് ഷായുടെ ഇസ്ലാമിക വിരുദ്ധവും വഞ്ചനാപരവുമായ നയങ്ങൾക്കെതിരെ ഒരു ഉജ്ജ്വല പ്രസംഗം നടത്തിയപ്പോഴാണ് ഷായുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ പോരാടാനുള്ള ഒരു ഉറച്ച തീരുമാനം ഖമേനി സ്വീകരിച്ചിരുന്നത്. ഈ പ്രസംഗം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. 1962 ഖുമ്മിൽ വെച്ച് സയ്യിദ് അലി ഷായുടെ ഭരണകൂടത്തിന്റെ അമേരിക്കൻ അനുകൂലവും ഇസ്ലാമിക വിരുദ്ധവുമായ നയങ്ങളെ നിരന്തരം എതിർത്തിരുന്ന ഇമാം ഖൊമേനിയുടെ വിപ്ലവകാരികളായ അനുയായികളുടെ നിരയിൽ ചേർന്നു. അടിയുറച്ച വിശ്വാസിയും നിർഭയനുമായ അദ്ദേഹം അടുത്ത 16 വർഷവും ഈ വിപ്ലവപാത പിന്തുടർന്നു. ഇതൊടുവിൽ ഷായുടെ ക്രൂരമായ ഭരണകൂടത്തിന്റെ പതനത്തിലേക്കാണ് നയിച്ചത്. ഈ കാലയളവിൽ നിരവധി പീഡനങ്ങളും മർദ്ദനങ്ങളും അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും അതൊന്നും തന്നെ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ധീരതയും അർപ്പണബോധവും വിപ്ലവകാരികൾക്ക് പ്രചോദനമായി. 1963 മെയ് മാസത്തിൽ ഷായുടെ ഭരണകൂടത്തിന്റെ യഥാർത്ഥ സ്വഭാവം തുറന്നു കാട്ടുന്നതിനായുള്ള തന്ത്രങ്ങളെക്കുറിച്ച് അയത്തുള്ള മിലാനിക്കും മഷദിലെ മറ്റ് പുരോഹിതന്മാർക്കും രഹസ്യ സന്ദേശം എത്തിക്കുക എന്ന സുപ്രധാന ദൗത്യം ഇമാം ഖൊമേനി യുവധീരനായ പുരോഹിതർ സയ്യിദ് അലിയെയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹം ഈ ദൗത്യം കൃത്യമായി നിറവേറ്റുകയും ഇമാം ഖൊമേനിയുടെ വീക്ഷണങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിനായി ബെർജൻ നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. ഈ യാത്രയിൽ പലതരം ഭീഷണികളെ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിരുന്നു. എന്നാൽ സയ്യിദ് അലി എന്ന ആയത്തുള്ള അലി ഖമേനി ഒരുതരം പോലീസ് ഭീഷണികൾക്കും വഴങ്ങിയില്ല. 1963 ജൂണിലെ രക്തരൂക്ഷിതമായ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും 10 ദിവസം ജയിലിൽ കഴിയാൻ മഷഹദിലേക്ക് മാറ്റുകയും ചെയ്യുകയുണ്ടായി. 1964 ജനുവരിയിൽ ഷാ തന്റെ പരിഷ്കാരങ്ങൾക്കായി നടത്തിയ വ്യാജ റഫറൻഡം തുറന്നു കാട്ടാൻ ആയത്തുള്ള ഖമേനിയും ഏതാനും അടുത്ത സുഹൃത്തുക്കളും തെക്കൻ ഇറാനിലെ കിർമാൻ സഹേദാനിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നിരവധി പൊതു പ്രശ്നങ്ങൾക്കിടയിൽ ഭരണകൂടത്തിന്റെ പൈശാചികമായ അമേരിക്കൻ നയങ്ങൾ അദ്ദേഹം തുറന്നുകാട്ടി. ഇത്തവണ ഷായുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സവാക് ഇടപെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 2 മാസത്തെ ഏകാന്ത തടവിൽ കഴിയാൻ അദ്ദേഹത്തെ പിന്നീട് വിമാനത്തിൽ ടെഹ്റാനിലേക്ക് കൊണ്ടുപോവുകയുമുണ്ടായി. ഏകാന്ത തടവിൽ നിന്നും മോചിതനായ ശേഷം മഷഹദിലും ടെഹ്റാനിലും വിശുദ്ധ ഖുറാൻ, പ്രവാചക പാരമ്പര്യങ്ങൾ, ഇസ്ലാമിക പ്രത്യയശാസ്ത്രം എന്നിവയുടെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾ അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. ഷായുടെ രഹസ്യാന്വേഷണ സംഘടനയായ സവാക് തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉറപ്പായതിനാൽ 1967 അദ്ദേഹം ഒളിവിൽ പോകാൻ നിർബന്ധിതനായി. എന്നാൽ ഒളിവിൽ കഴിയുന്നതിനിടെയും അത്തരം ക്ലാസുകളും ഇസ്ലാമിക ചർച്ചകളും നടത്തിയതിന് അദ്ദേഹം വീണ്ടും അറസ്റ്റിലാവുകയുണ്ടായി. തടവറകൾ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ കെടുത്താൻ പര്യാപ്തമായിരുന്നില്ല. 1972, 1975 കാലഘട്ടത്തിൽ മഷഹദിലെ 3 വ്യത്യസ്ത പള്ളികളിൽ വിശുദ്ധ ഖുറാനിനെയും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചുള്ള ക്ലാസുകൾ ആയത്തുള്ള ഖമേനി നടത്തിക്കൊണ്ടിരുന്നു. ഈ ക്ലാസുകളും പ്രഭാഷണങ്ങളും ആയിരക്കണക്കിന് ബോധമുള്ള രാഷ്ട്രീയ ചിന്താഗതിക്കാരനായ യുവാക്കളെയും വിദ്യാർത്ഥികളെയും വലിയ തോതിൽ ആകർഷിച്ചു. മിക്ക ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കയ്യെഴുത്ത് പ്രതികളിലോ ടൈപ്പ് ചെയ്ത രൂപത്തിലോ ആണ് ഈ പ്രഭാഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പാഠങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കാൻ വിദ്യാർത്ഥികൾ വിദൂര നഗരങ്ങളിലേക്ക് പോലും യാത്ര ചെയ്യുകയുണ്ടായി. ഇതെല്ലാം ഷായുടെ സവാക് ഏജന്റുമാരെയും അമ്പരപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. അങ്ങനെ 1975 ഒരു ശൈത്യകാലത്ത് അവർ മഷഹദിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി. 6ാം തവണയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും കുറിപ്പുകളും കണ്ടുകെട്ടുകയും ചെയ്തു. നിരവധി മാസങ്ങളോളമാണ് ടെഹ്റാനിലെ കുപ്രസിദ്ധമായ പോലീസ് സവാക് സംയുക്ത ജയിലിൽ ഖമേനി തടവിലായിരുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും കഠിനമായ തടവറയായിരുന്നു. തടവുകാരോടുള്ള ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ച് ആയത്തുള്ള ഖമേനി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ജയിൽ മോചനത്തിന് ശേഷമുള്ള ഖമേനിയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ 1976 ശൈത്യകാലത്ത് അദ്ദേഹത്തെ വീണ്ടും 3 വർഷത്തേക്ക് നാട് കടത്താൻ സവാക്കിനെ പ്രേരിപ്പിക്കുന്നതായിരുന്നു. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം 1978 അവസാനത്തിലാണ് ഈ ദുഷ്കരമായ കാലഘട്ടം അവസാനിച്ചത്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ വിജയത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആയത്തുള്ള ഖമേനി മഷ്ഹദിലേക്ക് മടങ്ങി. ഇറാനിലുടനീളം ആഭ്യന്തര കലാപങ്ങളുടെയും ബഹുജന പ്രകടനങ്ങളുടെയും ഈ സുപ്രധാന കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ രാഷ്ട്രീയ മതപ്രവർത്തനങ്ങൾ ഏറെ ഉത്സാഹത്തോടെ തുടർന്നു. 15 വർഷത്തോളം ഷായുടെ രക്തദാഹിയായ ഭരണകൂടത്തിന്റെ ഏജന്റുമാരുടെ കൈകളിൽ നിന്നും എല്ലാത്തരം പീഡനങ്ങളും കൊടിയ മർദ്ദനങ്ങളും സഹിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ പതനത്തിനും ഇറാനിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഉദയത്തിനും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. ഇമാം ഖൊമേനി പാരീസിൽ നിന്നും ഇറാനിലേക്ക് വിജയകരമായി മടങ്ങുന്നതിന് തൊട്ടു മുമ്പ്
ഇമാമിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഇസ്ലാമിക വിപ്ലവ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു. ഷാഹിദ്, അയത്തുള്ള മൊദ്ഹാരി, ബെഹെഷ്തി തുടങ്ങിയ മറ്റ് പ്രധാന ഇസ്ലാമിക ഖമീനിയും ഈ കൗൺസിലിൽ അംഗമായി നിയമിതനായി. തുടർന്ന് തന്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹം മഷ്ഹദ് വിട്ട് ടെഹ്റാനിലേക്ക് പോയി. ഖമേനി 1980 ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടിയുടെ സ്ഥാപക അംഗമായി. പ്രതിരോധ ഉപമന്ത്രി, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ സൂപ്പർവൈസർ, ഇമാം ഖൊമേനിയുടെ ഉത്തരവ് പ്രകാരം ടെഹ്റാന്റെ വെള്ളിയാഴ്ച സഭാ പ്രാർത്ഥനകളുടെ ഇമാം മജ്ലിസിലേക്ക് ടെഹ്റാൻ MP ആയും ഖമേനി തിരഞ്ഞെടുക്കപ്പെട്ടു. 1981 ഉന്നത പ്രതിരോധ കൗൺസിലിൽ ഇമാം ഖമേനിയുടെ പ്രതിനിധിയായും അയത്തുള്ള അലി ഖമേനി നിയമിതനായി. ഇറാഖ് അടിച്ചേൽപ്പിച്ച യുദ്ധത്തിന്റെ മുന്നണികളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. സൈനികർക്ക് ആവേശം നൽകുകയും യുദ്ധത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. 1982 പ്രസിഡന്റ് മുഹമ്മദ് അലി രാജായിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രസിഡന്റായി അയത്തുള്ള അലി ഖമേനി തിരഞ്ഞെടുക്കപ്പെട്ടത്. വിപ്ലവത്തിന്റെ സാംസ്കാരിക കൗൺസിലിന്റെ ചെയർമാനായും അദ്ദേഹം പിന്നീട് നിയമിതനായി. 1986 ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി രണ്ടാമതും 4 വർഷത്തെ കാലാവധിക്ക് ശേഷം അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ കാലയളവിൽ ഇറാൻ ഇറാഖ് യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുകയും ഖമേനി ഒരു കഴിവുറ്റ യുദ്ധകാല നേതാവായി മാറുകയും ചെയ്തു. 1989 ഇമാം ഖൊമേനിയുടെ മരണശേഷമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവായി അയത്തുള്ള ഖമേനി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത് ഇറാന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. തന്റെ ദീർഘവീക്ഷണവും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും അദ്ദേഹം ഇറാനെ ഒരു പ്രാദേശിക ശക്തിയായി വളർത്തി. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ലോകത്തെ തന്നെ 1-ാം നമ്പർ ശത്രുവാണ് ഇപ്പോഴും അയത്തുള്ള അലി ഖമേനി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയും മേഖലയിലെ വിവിധ പ്രതിരോധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തിടെ നടന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇറാന്റെ നേരിട്ടുള്ള തിരിച്ചടിക്ക് നേതൃത്വം നൽകിയതിലൂടെ ഇസ്ലാമിക ലോകത്ത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കൂടുതൽ ശക്തിപ്പെട്ടു. മരണത്തെ ഭയക്കാത്ത ഈ നേതാവ് ഇറാനെ അന്താരാഷ്ട്ര രംഗത്ത് ഒരു പ്രമുഖ ശക്തിയായി നിലനിർത്തുകയും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ധീരമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഖമേനിയുടെ ഓരോ നീക്കവും ലോക രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം വരും കാലങ്ങളിൽ എങ്ങനെ പരിണമിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും അയത്തുള്ള അലി ഖമേനി എന്ന നേതാവ് ഈ പോരാട്ടത്തിൽ ഒരു പ്രധാന ശക്തിയായി തുടരുമെന്നത് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം പ്രതിരോധത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഒരു രാഷ്ട്രത്തിന്റെ വിധി നിർണയിച്ച ഒരു നേതാവിന്റെ കഥയാണ്.